ഗ്യാസിൻ്റെ ക്ഷാമം കൊണ്ട് ഇന്ന് മലയാളികൾ ബുദ്ധിമുട്ടുന്നു, ലോകം മുഴുവൻ ബുദ്ധിമുട്ടുമ്പോൾ ഇവിടെ ഞാനിവിടെ ഇരിക്കുന്നത് പാർക്കിലാണ്, തൃശ്ശൂർ. ഇന്ന് ഇവിടെ വളരെ സന്തോഷത്തോടെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നവരെ കണ്ടപ്പോൾ ഞാൻ വെറുതെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഹോട്ടലിൽ ജോലിക്കാരാണോ? ഒരു വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു, ഞാൻ ഹോട്ടൽ ജീവനക്കാരാണ്, പണിയില്ലാതെ കുറേ ദിവസമായി, ഭക്ഷണത്തിനുള്ള പൈസ മാത്രമാണ് ഇവർക്ക് നൽകുന്നതാണ് പറയുന്നത്. ഇനി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഓക്കെ, आपको अभी कितना दिन हो गया वो होटल में काम नहीं? 1 महीना हो गया. 1 महीना. वो पैसा नहीं है? पैसा नहीं है. अच्छा, नहीं. काम नहीं है? काम नहीं है, गैस ख़त्म हो गया. और गैस आएगा तो काम करेगा, अगर गैस नहीं आएगा तो काम नहीं करेगा. ऐसा पैसा भी नहीं देता है. वो खाने का देता है. अच्छा. हाँ, काम करो, गैस आएगा तो काम करेगा, गैस नहीं काम मत करो और रूम में बैठ के रुको, खाना खाओ, ऐसा बोलता है. पूरा होटल में ऐसा? हाँ, पूरा होटल में. अच्छा. केरला स्टेट में जितना होटल है वो पूरा होटल में ऐसा ही बोलता है. दूसरा स्टेट में वो आपका फ्रेंड्स है ना, दूसरा तमिलनाडु? हाँ, वो उधर भी ऐसा ही प्रॉब्लम है. होटल पूरा छुट्टी? हाँ, पूरा छुट्टी है. ഇവർ പറയുന്നത് ഹോട്ടലുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്, കേരളത്തിന് പുറത്തുമില്ല. ഒരു വലിയ ഒരു അനിശ്ചിതത്വത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്യാസ് ഇല്ലാത്തതിൻ്റെ മനുഷ്യൻ്റെ ജീവിതത്തെ എത്രമാത്രം പ്രശ്നമാക്കുന്നുണ്ടെന്നുള്ളത് ഒരു കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. സ്നാക്സ് യൂണിറ്റ് നടത്തുന്ന ഒരു സുഹൃത്താണ്, അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം ഇന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നം എന്താണ്, ഈ ഗ്യാസിൻ്റെ വില കൂടുന്നതും അതുപോലെ തന്നെ ഗ്യാസ് കിട്ടാനില്ലാന്നതും ഹോട്ടൽ അടച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരിടുന്ന ഒരു പ്രശ്നത്തെ പറ്റി നമുക്ക് ചോദിച്ചറിയാം. നമ്മളെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൊക്കെ ഗ്യാസുള്ള സമയത്ത് ഹോട്ടൽ അടച്ചിട്ടൊരു പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 250 ഹോട്ടലുകൾ സപ്ലൈ ഉണ്ട് ഓൾറെഡി ഇപ്പോൾ. അപ്പോൾ അതിലിപ്പോൾ ഓൾറെഡി 100 ഹോട്ടലുകൾ അടച്ചിട്ടിരിക്കുകയാണ്, ഗ്യാസ് ഇല്ലാഞ്ഞിട്ടും അതുപോലെ പണിക്കാരില്ലാഞ്ഞിട്ടും അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളെങ്ങനെ ബാധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹോട്ടലിൽ സപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോൾസെയിലാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ അവിടെ കൊണ്ടുകൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഹോട്ടലുകൾ കുറയുമ്പോൾ എന്തായാലും നമ്മൾ ആ റൂട്ട് കൂടി പോകണം. അപ്പോൾ വണ്ടി ഓടണ നഷ്ടം, അതുപോലെ നമ്മുടെ സമയം എല്ലാം കൊണ്ട് നഷ്ടമാണ്. പണിക്കാരെന്താ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചും വർക്കേഴ്സ് എന്തെങ്കിലും പണിയണമല്ലോ, ആ പണിയാണ് എന്തായാലും പണിയണം. ഇപ്പോൾ വണ്ടിയിൽ ഒരാൾ വിടുമ്പോൾ ആൾ എന്തായാലും പോകാനാണെങ്കിൽ. അപ്പോൾ ഇതിലിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലുകൾ കുറയുന്നതോട് നമുക്ക് നഷ്ടം കൂടുകയാണ്. ഈ ഗ്യാസിൻ്റെ വിലയിൽ അല്ലെങ്കിൽ കിട്ടാനുണ്ടോ? അപ്പോൾ എങ്ങനെയെങ്കിലും വില കരിച്ചന്തയിലൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾക്ക് അങ്ങനത്തെ ഞാൻ ഓൾറെഡി 1-2 പ്ലാന്റ് നിർത്തിയേക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ ബ്ലാക്കിലോ അങ്ങനെ ഒന്നും കിട്ടാൻ മാർഗ്ഗമൊന്നുമില്ല. 1-2 ദിവസം കിട്ടിയിരുന്നു, വീട്ടിലുള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ബിസിനസ് ആവശ്യമായതുകൊണ്ട് വീട്ടിലുള്ളത് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാറില്ല. അപ്പോൾ ഇപ്പോൾ അവസ്ഥ വളരെ മോശമാണ് ശരിക്കും. ഇതിങ്ങനെ തുടർന്ന് എത്ര ദിവസം എങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റും? ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ സഡൻലി ഇപ്പോൾ വിറകിൽ ചെയ്യാവുന്ന രീതിയിൽ 1-2 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്കൊരു ശാശ്വതമായിട്ട് ബുദ്ധിമുട്ടാണ്. പ്രൊഡക്ഷനെ ബാധിക്കും അല്ലേ? പ്രൊഡക്ഷൻ ബാധിക്കും അത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയലാഭം വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ. ഏർലി മോർണിംഗാണ് വർക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ടൈമിന് ഹോട്ടലിൽ സാധനം എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ അത് റിട്ടേൺ ആവും. ഈ ഹോട്ടലുകൾ പലരും ദിവസ വാടകയ്ക്ക് എടുത്ത ഹോട്ടലുകളൊക്കെ ഉണ്ടല്ലോ, പലരും ദിവസ വാടകയ്ക്ക്, അവരൊക്കെ എങ്ങനെ ഈ പ്രതിസന്ധി നേരിടാൻ പറ്റും അവർക്ക്? ഇപ്പോൾ നമ്മുടെ അറിവിൽ തന്നെ ഫ്രണ്ട്സായിട്ട് തന്നെ ഒരു 5-8 ഹോട്ടലുകളുണ്ട് ഇപ്പോൾ റെഡി. അവരൊക്കെ വളരെ കണ്ടീഷൻ മോശമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 2500 രൂപ അവർക്ക് വാടക മാത്രം കൊടുക്കണം ഹോട്ടലിന്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ വാടക ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഓണറോട്. 2 ദിവസം ഷോപ്പ് അടച്ചിട്ടാൽ ആ വാടക കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം പുള്ളി മന്ത്ലി റെൻ്റാണ്, അപ്പോൾ ആ പേയ്മെൻറ്റോടെ ചെയ്യണം. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഓണറോട് സംസാരിച്ച് അടച്ചിടാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ 2500 ശമ്പളവും പ്ലസ് സ്റ്റാഫിൻ്റെ സാലറി ഇതൊക്കെ ഒന്നും നടക്കില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ഒരു 5-8 ഹോട്ടലുണ്ട് നമ്മുടെ കെയർ ഓഫിൽ തന്നെ. വലിയ ഒരു അനിശ്ചിതത്വമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്യാസ് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. എല്ലാവരും പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് ഒരുപാട് പരാധീനതകൾ നിൽക്കുന്ന ഈ കാലത്ത് ഇതിനൊരു പരിഹാരം ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.